ഇനി നിങ്ങൾ കുഫർ കാണിച്ചാൽ, വേണ്ടാത്തരം കാണിച്ചാൽ, പറഞ്ഞത് കേൾക്കാതിരുന്നാൽ എന്റെ ശിക്ഷ വളരെ കഠോരമാണ്. അത് പിന്നെ വല്ലാത്ത ശിക്ഷയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞ ഈ ഒരു ആയത്ത് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, അല്ലാഹു തന്ന നിഅമത്തിനെ നല്ല രൂപത്തിൽ കണക്കിലെടുത്ത് അതിനനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. വലഇൻ കഫറതും, നിങ്ങൾ കുഫർ കാണിച്ചാൽ, കുഫറിന്റെ അർത്ഥം ആ ഒരു കുഫറാണെന്ന് മാത്രം വെച്ചങ്ങ് പോയാ പോരാ. അതേ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ലോകം തന്നെ ഫസാദാക്കി കഴിഞ്ഞാൽ എന്റെ ശിക്ഷ പിന്നെ വല്ലാത്ത കഠോരമാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞ ഒരു ആയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിന്റെ ഉത്തരവാദി മനുഷ്യന്മാരാണെന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, മഹാനായ നബിയുനാ സുലൈമാൻ അലൈഹിസ്സലാം ലോകം അടക്കി ഭരിച്ച 4 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് മുസ്ലിമും 2 ആൾ കാഫിറുമാണ്. ഒന്നാമത്തെ ആള് നബിയുനാ സുലൈമാൻ അലൈഹിസ്സലാം. അതുപോലെ തന്നെ ദുൽഖർനൈൻ, അലക്സാണ്ടർ എന്ന് പറയുന്ന രാജാവ്. അതുപോലെ തന്നെ കാഫിരീങ്ങളിൽ നിന്ന് ഒന്ന് നമ്രൂദ്, രണ്ടാമത്തത് ബുഖ്ത് നസ്ർ. ഇങ്ങനെ തുടങ്ങി 4 ആളുകൾ ലോകം അടക്കി ഭരിച്ചപ്പോൾ മഹാനായ നബിയുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് മനുഷ്യന്മാരുടെയും മനുഷ്യേതര വസ്തുക്കളായ ജിന്നിന്റെയും ശൈത്താനിന്റെയും ഇഫ്രീത്തിന്റെയും മറ്റുള്ള ജീവജാലുകൾ എല്ലാത്തിന്റെയും സംസാരവും എല്ലാം നബിയുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് വശമുണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ ജനതയെ ഒന്നടങ്കം കൊടുമ്പിരി കൊള്ളിക്കുന്ന വിഷമത്തിലാക്കിയ ഒരു വല്ലാത്ത സാഹചര്യമുണ്ടായി. എന്തേ ഉണ്ടായത്? ആ നാട്ടിൽ വരൾച്ച ബാധിച്ചു. മഴ കിട്ടുന്നില്ല. മഴ കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ രാജാവിന്റെ അരികിലേക്ക് പ്രജകൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് വെള്ളമില്ല, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നമുക്കൊന്ന് നിസ്കരിക്കണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അനുയായികളെയും കൂട്ടി അതാ മരുഭൂമിയിലേക്ക്, ഗ്രൗണ്ടിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം, മഴയെ തേടിയുള്ള നിസ്കാരം. ഒരുപാട് ആളുകളെയും കൂട്ടി വലിയൊരു മൈതാനത്തിലേക്ക് നിസ്കരിക്കുവാൻ വേണ്ടി പോയപ്പോൾ മുമ്പിലതാ ഒരു ചെറിയ ഉറുമ്പ്, വികലാംഗനായ ഉറുമ്പാണ്. ഒരു കാല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു കാല് നഷ്ടപ്പെട്ട ഉറുമ്പ് തന്റെ പിൻകാലുകളിൽ നിന്നിട്ട് ഒരു കൈ ഇങ്ങനെ ഉയർത്തി തുടിച്ചിട്ട് യജമാനനായ റബ്ബിനോട് ദ്വാരക്കുന്നു, അല്ലാഹുമ്മ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക്, അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ്, നിന്റെ സാധുക്കളായ സൃഷ്ടികളാണ്. നിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് തടഞ്ഞു വെച്ചുകൂടാ. ഒരു തരത്തിലും നീ തന്ന റിസ്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് പിന്നെ ജീവിതമില്ല. ഈ ഉറുമ്പിങ്ങനെ കരഞ്ഞിട്ട് ദ്വാരക്കുന്നു. ഒരുപാട് നേരം ദ്വാരന്നിട്ട് വല്ലാത്ത വേട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുഹ്ലിക്നാ ബിദുനൂബി ബനീ ആദമ. അല്ലാഹുവേ, മനുഷ്യന്മാര് ചെയ്യുന്ന ചണ്ടുത്തരങ്ങൾ കാരണം, മനുഷ്യന്മാരിവിടെ ചെയ്തു കൂട്ടുന്ന തെറ്റ് കാരണം, മനുഷ്യന്മാരിവിടെ ചെയ്തു കൂട്ടുന്ന ഫിത്ന ഫസാദ് കാരണം നിങ്ങളെ അദാബിലാക്കല്ല അല്ലാഹ്, നിങ്ങളെ നീ അദാബാക്കല്ല അല്ലാഹ്, നിന്റെ ശിക്ഷ ഇവിടെ ഇറക്കരുതേ അല്ലാഹ്.
സംബന്ധിച്ചാണ്. ബനി ആദം എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ സന്താനങ്ങളാണ്. അതിൽ നമ്മളൊക്കെ പെട്ടു. അല്ലാഹുവേ, ആദം സന്തതികളുടെ തെറ്റ് കാരണം അവര് വല്ലാതെ അധപ്പതിച്ചത് പോയത് കാരണം ഞങ്ങളെ നീ അദാബിലാക്കല്ല അല്ലാഹ്. ഈ ഉറുമ്പിന്റെ ദുആ കേട്ടപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രജകളോട് പറഞ്ഞു, അല്ലയോ കൂട്ടുകാരെ, നമുക്കിനി തിരിച്ചു പോകാം. ഉറുമ്പിന്റെ ദുആ അല്ലാഹ് തട്ടൂല. ഉറുമ്പിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. കാരണം അതൊരു ചെറിയ പ്രാണിയാണ്. അത് ദ്വാരക്കുന്നത് നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്കറിയാം. അതുകൊണ്ട് നമുക്കിനി വയവർഷിക്കുന്നതാണെന്ന് നബിയുനാ സുലൈമാൻ ഇസ്ലാം അവിടുന്ന് പറഞ്ഞ വാക്യമാണിത്. ഇത് കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ആ ഉറുമ്പിനൊരു പേരുമുണ്ട്, ഹർമ എന്നൊരു പേര് അതിനെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഉറുമ്പിന്റെ പ്രാർത്ഥന നമുക്കൊന്ന് മനസ്സിലാക്കണം. ഈ രൂപത്തിൽ മനുഷ്യന്മാര് മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോയാൽ ഈ ലോകം തന്നെ മൊത്തത്തിൽ അങ്ങ് നശിച്ചുപോയി. രണ്ടാമത്തെ ഒരു കാരണം ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പറയാം. ഒന്നാമത്തെ കാരണമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഴയില്ല. അല്ലാഹുവിന്റെ പല നിഅമത്തും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിലൊന്നാണ്